പിന്നെ ഇതിനകത്ത് വേണ്ട 3 ഭാഗത്തായിട്ട് അവർ വേണ്ട പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി. പിന്നെ വേണ്ട ഞാനൊരു എക്സ്ട്രാ തൈര് വാങ്ങിച്ചു. പപ്പടമുണ്ട്, പായസമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് അടിച്ച് സുഹൃത്തുക്കളെ, ഞാനിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചില ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് പണിയുന്ന തിരക്കിലൊക്കെ നടക്കുകയാണ് ഇവിടെ. പിന്നെ വേണ്ട വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. എന്നാൽ ഇന്ന് വേറെ കുറേ പരിപാടികളുണ്ട്. കനോണിലൊന്ന് പോകണം, MG റോഡിൽ. അപ്പം നമുക്ക് നടന്ന് പോകാവുന്നതിന് ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അങ്ങോട്ട് നടന്ന് MG റോഡ് എത്തി. MG റോഡിൽ നിന്ന് ഇങ്ങനെ MG റോഡ് സ്റ്റേഷനിലെത്തി. കനോണിൽ ഇതെല്ലാം കൊടുത്തതിന് ശേഷം കറങ്ങി ബ്രോഡ്വേ വന്ന് ചില പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പ് തുടങ്ങി. എന്നാൽ ഇനിയിപ്പോൾ ആഹാരം കഴിച്ചിട്ട് തന്നെ എൻ്റെ ഒരു പഴയ ഒരു ഹോട്ടൽ ഓർമ്മയിൽ വന്നു. ചന്ദ്രൂസ് ഹോട്ടലിൽ പോണേ കുറേ ഇവിടുന്ന് നടക്കണം. ഉള്ളിലേക്ക് കറങ്ങി ഇങ്ങനെ ഈ റോഡിൽ കൂടെയൊക്കെ നടന്ന് മഴയായതുകൊണ്ട് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു നടത്തത്തിന്. നടന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ആ ചന്ദ്രൂസ് ഹോട്ടൽ ഇത് കാണുന്നതാണ്. ഒത്തിരി വർഷത്തെ ഭയങ്കര ഒരു പഴയ ഹോട്ടലാണെന്ന് വേണം പറയാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഞാൻ പണ്ട് കഴിച്ച എൻ്റെ മെമ്മറിയിലുണ്ടായിരുന്ന ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു മഹിമ കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വരുന്നത്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഞാൻ ഇരിക്കുന്നതിന് മുമ്പ്, കൈ കഴുകിയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇല കൊണ്ട് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ കറികൾ ഓരോന്നായിട്ട് വിളമ്പി. ഒത്തിരി കറികളൊന്നുമില്ല. തക്കാളി കൂട്ടാൻ പയർ. എന്ന് ഇവിടെ പയറിൻ്റെ ഈ മെഴുക്ക് പുരട്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, ചിലയിടത്ത് ഉപ്പേരി എന്നൊക്കെ പറയും. പിന്നെ അച്ചാർ, ഇങ്ങനെയൊക്കെ ഉള്ള ചോറ് കൊണ്ടിട്ട് പിന്നെ ഇതിനകത്ത് 3 ഭാഗത്തായിട്ട് അവർ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി. പിന്നെ ഞാനൊരു എക്സ്ട്രാ തൈര് വാങ്ങിച്ചു. പപ്പടമുണ്ട്, പായസമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് അടിച്ച് നല്ല വിശപ്പായിരുന്നു. രാവിലെ മുതലുള്ള നടത്തം. ഇന്ന് ഏതെങ്കിലും മെട്രോയിൽ കയറാതെ ഇങ്ങനെ ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ച ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ആവശ്യത്തിന് അങ്ങോട്ട് കഴിച്ചു. രണ്ടാമത് അവർ ചോറ് തന്നു, കൂട്ടാനെല്ലാം തന്നു. ആവശ്യത്തിന് ഇവിടെ ലാവിഷായിട്ട് നമുക്ക് കറികൾ തരും. ഒത്തിരി ഇല്ലെങ്കിലും ലാവിഷായിട്ട് കറികൾ തരുന്ന ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. വീണ്ടും രസവും ഉണ്ടായിരുന്നു. തൈര് വാങ്ങിച്ചതുകൊണ്ട് തൈരും കൂടെ കുഴച്ചൊക്കെ ഒന്ന് അടിച്ച് അപ്പോൾ ഏതാണ്ട് വയറൊക്കെ ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പായസവും അങ്ങോട്ട് എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് ഈ ഓണർ ഇരിക്കുന്നിടത്തോടുമ്പോൾ ക്യാഷ് കൊടുക്കാൻ പോവാം. 85. ഇത് എത്ര വർഷമായ ഹോട്ടലാണ്? ഞാനൊരു 25 വർഷമായിട്ടുള്ള വരുന്നുണ്ട്. 64 വർഷമായല്ലേ? അദ്ദേഹമാണ് തുടങ്ങിയല്ലേ? അതാരാണ്? ശരി, 65 വർഷമായ ഹോട്ടലല്ലേ? അങ്ങനെ ഈ ഹോട്ടലിൻ്റെ പാരമ്പര്യം മനസ്സിലായല്ലോ. 60-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ്. ഇവർക്ക് തന്നെ ഇവിടെ ചന്ദ്രൂസ് ഒരു ലോഡ്ജും ഉണ്ട്. അതിൻ്റെ ഈ അഡ്രസ്സാണ് ഈ കാണുന്നത്. ഏതായാലും ശരി, വലിയ ഹോട്ടലൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഹോട്ടലാണ്. ഇച്ചിരി ഉള്ളിലാണ് ഈ ഹോട്ടൽ. എന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണിത്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി മഴയത്ത് കുടയൊക്കെ പിടിച്ച് നടന്ന് വീണ്ടും കറങ്ങി അടിച്ച് MG റോഡ് സ്റ്റേഷനടുത്തെത്തി. ഇനി കനോണിൽ കയറി ക്യാമറ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പോകാൻ തീരുമാനിച്ചു. ഈ ഹോട്ടൽ മറക്കണ്ട, കോൺവെൻറ്റ് റോഡ്, അതായത് ഷേണായിസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ കോൺവെൻറ്റ് റോഡിലുള്ള ഈ ചന്ദ്രൂസ് ഹോട്ടൽ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്തൊരു ബ്ലോഗിൽ കാണും വരെ നന്ദി, നമസ്കാരം.